ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. അപ്പോൾ ഈ ആഴ്ചത്തെ നമ്മുടെ വ്ളോഗ് ഇതാ വന്നു, അടുത്ത വന്നു. ഇപ്രാവശ്യം നമ്മുടെ വ്ളോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു വീക്കെൻഡ് വ്ളോഗാണ്. വീക്കെൻഡ് വ്ളോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യത്തെ വീക്കെൻഡിൽ ഞങ്ങൾ എവിടെയാണ് പോയതെന്നുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യത്തെ എല്ലാ പ്രാവശ്യവും വീക്കെൻഡിലും നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവനിങ് ആകുമ്പോൾ നമുക്കൊന്ന് പുറത്ത് പോകണം. ഇച്ചാൻ വീക്കെൻഡിൽ മാത്രമേ വരത്തുള്ളൂ. എനിക്കും വീട്ടിലിരുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും പുറത്തിറങ്ങണം എന്നാണ്. പക്ഷേ തന്നെ പുറത്തിറങ്ങാൻ എപ്പോഴും ഒരു സുഖം ഉണ്ടാകത്തില്ലല്ലോ. അപ്പം എപ്പോഴാണെങ്കിലും ഇച്ചാൻ ശനി ഞായറും വന്നു കഴിയുമ്പോഴാണ് ഞങ്ങൾ പുറത്ത് പോകുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ വീക്കെൻഡ് ഞങ്ങൾ സൈദ് സ്പോർട്സ് സിറ്റിയിൽ ഫെസ്റ്റിവൽ കാണാമെന്ന് വിചാരിച്ചു. ഇവിടെ അധികം നാളായിട്ടില്ല കേട്ടോ നമ്മുടെ അബുദാബിയിൽ സൈദ് സ്പോർട്സ് സിറ്റിയിൽ ഫെസ്റ്റിവൽ തുടങ്ങിയിട്ട്. നമ്മുടെ ദുബായ് ഫെസ്റ്റിവലിന് വേറൊരു മോഡലായിട്ട് ഇപ്പോൾ ഒരു 3 to 4 years എങ്ങാണ്ടായിട്ടുള്ളൂ നമുക്കിവിടെ ദുബായിൽ അബുദാബിയിലും ഇത് അവൈലബിൾ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം എന്തായാലും അതൊന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും പറഞ്ഞു അവിടെ നല്ല, അതിൻ്റെ സീക്രട്ട് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ അങ്ങോട്ട് പോകുന്നത്. അബുദാബിയിൽ നിന്ന് ഒരു 30 minutes ഡ്രൈവ് ഉണ്ടായിരുന്നു നമുക്ക് ആ സിറ്റിയിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൻ്റെ ശരിക്കും ഇതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കൺട്രീസിലെയും ഫുഡും ക്ലോത്തിങ്ങും അവരുടെ കൾച്ചറും എല്ലാം കൂടെ ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. നമുക്കിവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഫ്രിക്ക, ഇന്ത്യ, ചൈന അങ്ങനെ എല്ലാ രാജ്യത്തെ ഫുഡ്സും അതുപോലെ തന്നെ ക്ലോത്തിങ്, അവരുടെ കൾച്ചറിന് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം നമുക്ക് അതിനകത്ത് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അവിടെ ഗെയിംസും ഉണ്ട്, കുറേയധികം പ്ലേ പാർക്കുകളുണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമുക്കവിടെ ഫയർ വർക്കും ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ സൈദ് സ്പോർട്സ് സിറ്റിയിലെ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തെത്തി. ഇതാണ് ഇവിടെ നമ്മുടെ നാട്ടിലത്തെ നമ്മൾ പണ്ട് എക്സിബിഷൻ സെൻറ്ററൊക്കെ പറയുന്ന പോലെ തന്നെ ഇവിടെ ഓൾറെഡി ഇത് പണിതിട്ടിരിക്കുന്നതാണ്. ഫെസ്റ്റിവലിൻ്റെ സീസൺ ആകുമ്പോഴത്തേക്കും ഇവിടെ ഇത് ആക്റ്റീവ് ആവും. അങ്ങനെയാണ്. അപ്പോൾ നടുക്ക് കാണുന്ന ആ വലിയ സാധനത്തിൻ്റെ അവിടെയാണ് നമ്മുടെ ഷോകളൊക്കെ നടക്കും. അവിടെ മ്യൂസിക് ഷോസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ പോയി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് നടക്കാൻ പറ്റാത്തവരാണെങ്കിൽ അവിടെ നിന്ന് വണ്ടിയുണ്ട്. ഞങ്ങളെന്തിനെ ഓടിപ്പോയിട്ട് തന്നെ ചോദിച്ചിട്ട് ഞങ്ങൾക്ക് വിശന്നിട്ട് കണ്ണ് കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഓടിപ്പോയി തായ് ഫുഡൊന്ന് എക്സ്പീരിയൻസ് ചെയ്തു. നല്ല അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും പറഞ്ഞു അവിടെ പോയിട്ടുണ്ടെങ്കിൽ തായ് ഫുഡ് ഉറപ്പായിട്ടും ട്രൈ ചെയ്യണമെന്ന്. പിന്നെ തായ് മാംഗോ റൈസ് അവിടുത്തെ ഭയങ്കര ഫേമസ് ആണ്. ഞങ്ങളത് വാങ്ങിച്ചില്ല. ഞങ്ങൾക്ക് ഇച്ചിരി ഫ്രൈഡ് ഐറ്റംസ് ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ ഈ പ്രോൺസും ചിക്കനുമാണ് ട്രൈ ചെയ്തത്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ തായുടെ പ്രോണാണ് എനിക്ക്, ചിക്കനേക്കാളും പ്രോൺസാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങളും പോവുകയാണെങ്കിൽ ഒന്ന് പ്രോൺസൊക്കെ ട്രൈ ചെയ്തോളൂ. ജനുവരി എൻഡ് വരെ ഉണ്ട് നമുക്ക് ഫെസ്റ്റിവൽ. പിന്നെ ഞങ്ങൾ എന്താ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഹെന്നയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് ഹെന്നയൊക്കെ എൻ്റെ കയ്യിൽ കുറച്ച് ഭയങ്കര ഹാപ്പി ആയുള്ളൂ. നമ്മൾക്ക് പിള്ളേർക്ക് എപ്പോഴും ഇഷ്ടമാണ് ഹെന്ന ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് ഹെന്നയൊക്കെ ഇട്ടു. അതിലൂടെ നടക്കും ഭയങ്കര ഹാപ്പി. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം ഇരുന്ന് വെടിക്കെട്ടിനുണ്ടായിരുന്നു. വെടിക്കെട്ടിൻ്റെ സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയി. അത് ഞാൻ ഷോർട്സിൻ്റെ രീതിയിലാട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷോർട്സിൻ്റെ രീതിയിലാണ് വീഡിയോ എടുത്തത്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് വീഡിയോ ഇടുന്നില്ല, ഞാൻ ഷോർട്സിനകത്ത് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഫയർ വർക്കും ഉണ്ട്. ഫയർ വർക്കൊക്കെ കണ്ട് എല്ലാവരും എൻജോയ് ചെയ്തിട്ട് അത്യാവശ്യം നമ്മുടെ എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ അതാണ് ആദ്യം പറയേണ്ടത്, ഞാൻ മറന്നുപോയി. എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ 10 ദിർഹം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ ഒന്ന് ഫുഡ് മേടിക്കുന്നതിൻ്റെ, നമ്മളെന്താണ് മേടിക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ള ചിലവുകൾ വരുന്നുള്ളൂ. പിന്നെ ഫുഡ്സ് ആണെങ്കിലും നല്ല ഇഷ്ടം പോലെ ഫുഡ് വെറൈറ്റികൾ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ടൈം കിട്ടുവാണെങ്കിൽ വീക്കെൻഡിൽ അങ്ങോട്ട് പോകാൻ ഒന്ന് നോക്കുക. നമുക്ക് ഒരിക്കലെങ്കിലും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള എല്ലാത്തരം ഇതും അതിനകത്തുണ്ട്. പിള്ളേരെ കൊണ്ട് പോകുന്നവരാണെങ്കിൽ ഞാൻ പിന്നെ അവിടെ ട്രൈ ചെയ്തൊരു കോണ് മേടിച്ചായിരുന്നു കേട്ടോ. നമ്മുടെ UAEയുടെയൊക്കെ ഓൺ ഫാമിൽ നിന്ന് കൊണ്ടുവരുന്ന അഗ്രികൾച്ചർ തിങ്സിൻ്റെയും അഗ്രികൾച്ചർ ആക്ടിവിറ്റീസും അങ്ങനെ ഓരോ ദിവസവും അവിടെ ഓരോരോ പ്രോഗ്രാമുകളും നടക്കുന്നുണ്ട്. അപ്പോൾ മടിക്കാതെ എല്ലാവരും പോയി കാണണം. അപ്പോൾ ഞങ്ങളും പോയി കണ്ടു, ഞങ്ങൾക്കും വളരെ ഇഷ്ടമായി. അപ്പോൾ ഞങ്ങളതെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണ്. എനിവേ ഇത് റോഡ് നന്നായി ഡെക്കറേറ്റഡ് ആണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.